ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മു. ഇന്ന് വന്നിരിക്കുന്നത് പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പാലപ്പം തയ്യാറാക്കിയിട്ടും ശരിയായില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാലപ്പം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, ഇതുപോലെ സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായി ഞാനിതാ ഇവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിതാ ഈ ഒരു സൈസുള്ള ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏതിലാണ് അളക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ അളന്നെടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഈ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചില പച്ചരിയൊക്കെ ഇപ്പോൾ മിക്കതും കിട്ടുന്നത്, ഇപ്പം നമ്മുടെ പുറത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ മിക്കതും കിട്ടുന്നത് ഈ പശപ്പശപ്പുള്ള പച്ചരിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഡ്ഡലി റൈസ് യൂസ് ചെയ്താൽ മതി. ഞാൻ ഇഡ്ഡലി റൈസ് യൂസ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതാ ഈ അരിയൊക്കെ നന്നായി, പച്ചരിയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ടൈം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്ന സെയിം കപ്പിൽ ഒരു 3/4 കപ്പോളം ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട അരിയുടെ ചോറാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് റൈസ് എടുത്താൽ നല്ല വൈറ്റ് കളറിൽ അപ്പം കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ തേങ്ങയും അരിയും ചോറുമാണ് ചേർത്തത്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇളം ചൂടുവെള്ളമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ദുബായിൽ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവൊക്കെ പൊങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ ഒഴിക്കുന്ന ടൈമിൽ നോർമൽ ഒഴിച്ചോളൂ. ഞാനിതൊന്ന് കൈവച്ചെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈവച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാവൊക്കെ നല്ല രാവിലെ ആകുമ്പോഴേക്ക് നന്നായി പൊങ്ങി വരും. അപ്പോൾ നമ്മളിപ്പോഴേ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് മാവ് അരച്ചിടനെ തന്നെ ചുട്ടെടുക്കാം. ഞാനിതാ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ചും കൂടെ ഐറ്റംസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കിതാ 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ടെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പം ചേർക്കുന്നില്ല, പഞ്ചസാരയും ഈസ്റ്റും മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഓവർനൈറ്റ് വരെ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അല്ലാതെ ഇപ്പം നിങ്ങൾ പകൽ സമയത്താണ് അത് ചെയ്യുന്നതെങ്കിൽ ഒരു മാക്സിമം ഒരു 4 or 5 hours വരെ കുതിരാൻ വെക്കണം. ഞാനിതിപ്പം രാത്രിയാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാനതൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ടും കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഞാനിതവിടെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ രാവിലെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന ടൈമിൽ നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഫെർമെൻറ്റേഷനൊക്കെ നന്നായി നടന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ പാലപ്പത്തിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റമൊന്നും വേണ്ട. ഈ സെയിം വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ബബിൾസൊക്കെ വന്നത്. ഈ സെയിം വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ മാവ് നന്നായി അരച്ചെടുക്കാം. ഞാനിത് ഈ ഒരു കപ്പ് എടുത്തത് മിക്സിയുടെ ജാറിൽ ഒരു 3 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഈ വെള്ളത്തോടു കൂടി തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാനിങ്ങനെ 4 ബാച്ചാക്കി അരച്ചെടുത്തിട്ടുണ്ട്. 3 ബാച്ചാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച മാവൊക്കെ ഞാനിതാ വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ട്രൈപോഡിനൊരു ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതാണ് കേട്ടോ വീഡിയോസ് ഷെയ്ക്ക് ആവുന്നത്. ഞാനൊരു കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. നമ്മൾ അരിയൊക്കെ കുതിർക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടില്ല, പഞ്ചസാര മാത്രമായിരുന്നു ആ ടൈമിലിട്ടത്. ഇപ്പം ഞാനത് അവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേഗം പാലപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ അടുപ്പത്ത് ഫ്രൈ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ തവിയായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടും. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. ഞാൻ അവരുടെ വീട്ടിൽ ഈ കഴിഞ്ഞ ക്രിസ്മസിന് പോയ ടൈമിൽ ആൻറ്റി നമുക്ക് ഫുഡ് തരുന്ന കൂട്ടത്തിൽ പാലപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പിന്ന്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതായിരുന്നു ഇങ്ങനെയാണ് അവർ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയത്. ഇത് അപ്പച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനതിൽ ഒരു തവിയോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഞാനത് നന്നായി ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമിൽ ചുടുന്ന ടൈമിൽ കൂടുതൽ നേരം വെച്ചിട്ടില്ല, ഒന്ന് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ചെയ്യുന്ന ടൈമിലാണ് കുറച്ചും കൂടെ സമയം ചട്ടിയിൽ തന്നെ അപ്പം വെച്ചത്. ആ ഒരു ടൈമിലാണ് എനിക്ക് അപ്പത്തിൻ്റെ സൈഡൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടിയത്. ഇപ്പം എന്താ നോർമലായിട്ട് ജസ്റ്റ് വേഗം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ സമയം വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആണല്ലോ അപ്പോൾ ചട്ടി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മുടെ ആ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ചുടുമ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുക. ആ സൈഡൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഇതിലാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സമയം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് കിട്ടും. സൈഡൊക്കെ വക്കൊക്കെ നന്നായി ഇങ്ങനെ
കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ ഞാനിത് നമുക്ക് അപ്പച്ചട്ടിയൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ നമ്മുടെ പാൻ ഉണ്ടല്ലോ, ഫ്രൈ പാനിൽ ഇതുപോലെ ഒരു തവി, അതായത് നമ്മളിങ്ങനെ ദോശ ചുടുന്ന പോലെ ഇങ്ങനെ പരത്താതെ ഈ ഒരു കട്ടിക്ക് തന്നെ ഒഴിച്ചെടുത്ത് ഇതിലിങ്ങനെ ഹോള് വരുന്നത് കാണാം. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരുന്നുണ്ട്. അങ്ങനെ ഓരോ ഹോളായി ഇങ്ങനെ വരും. ആ ഒരു ടൈമിൽ മുഴുവനായിട്ട് ഹോള് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. 2 രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇതാ നന്നായിട്ട് ഹോളൊക്കെ വരുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ മാവ് നല്ല സൂപ്പർ കറക്റ്റായി വന്നെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ആൻറ്റിക്ക് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ, എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നതിൽ. ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ വേറെ രീതിക്കായിരുന്നു ചെയ്തിരുന്നത്. രാത്രി തന്നെ മാവൊക്കെ അരച്ച് വെച്ച് രാവിലെ ചുടുന്ന രീതിയിൽ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതാ തോന്നിയത്. അപ്പോൾ ഇതാ കണ്ട ഫുള്ളായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ ഈ മാവ് അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓവനിലൊക്കെ വെച്ച് അത് അടച്ച് വെക്കുകയാണെങ്കിൽ മാവ് നന്നായി പൊങ്ങി വരും കേട്ടോ. അതുപോലെ തന്നെ കാസറോളൊക്കെ ഒഴിച്ച് ടൈറ്റാക്കി അടച്ച് വെക്കുകയാണെങ്കിലും മാവ് നന്നായി പൊങ്ങി വരും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് ഇളം ചൂടുവെള്ളം ആയതുകൊണ്ട് എനിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏതൊക്കെ ടിപ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ടൈം വെച്ച സമയത്ത് ഇതാ സൈഡൊക്കെ കണ്ട നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റല്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ അതുപോലെ തന്നെ ഞാൻ മുഴുവനായിട്ടും ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പല ഡിസൈനൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ ഇഷ്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് പൂവപ്പം പോലെ അതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ രസമല്ലേ, അപ്പോൾ അതും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 പാനും വെച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഫ്രൈ പാനിൽ നമ്മൾ ഒഴിച്ചത് ഇതുപോലെ കേട്ടോ കിട്ടാൻ, നല്ല ഫുൾ നിറയെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും കിട്ടും, ഒരു വിധത്തിലും ഫ്ലോപ്പ് ആവില്ല. നമ്മുടെ ഈ ചാനലിൽ ഇതുപോലെയുള്ള കുറേ നല്ല നല്ല ഈസി റെസിപ്പീസ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ നമ്മുടെ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സെയിം മെഷർമെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഇതുപോലെയുള്ള പൂ പോലെയുള്ള പാലപ്പം കിട്ടും കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ തയ്യാറാക്കി ഫീഡ്ബാക്കൊക്കെ എനിക്ക് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.